യൂട്യൂബിൽ വ്യൂസ് കുറയുന്നു, സബ്സ്ക്രൈബേഴ്സിന്റെ കൗണ്ട് കുറയുന്നു, ആകെപ്പാടെ പ്രശ്നം. വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് വ്യൂസ് കുറയുന്നു, അതുപോലെ തന്നെ സബ് കുറയുന്നു, യൂട്യൂബ് ചാനലിന്റെ റീച്ച് കുറയുന്നു. അപ്പൊ പിന്നെ പറയണ്ടല്ലോ, നമ്മുടെ വാച്ച് അവറും തീരെ ഡൗൺ ആയി പോകും. ആകെപ്പാടെ പ്രശ്നമാണ് ഈ യൂട്യൂബേഴ്സിന്. ഒരുപാട് ഫേമസ് ആയിട്ടുള്ളവരുടെ ചാനൽ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മുമ്പത്തെ വ്യൂസ് ആണോ ഇപ്പോഴെന്ന് എടുത്ത് നോക്കുക. വേറെ എന്തിനു പറയണം, ടെക്കുകാരുടെ ഉൾപ്പെടെ നിങ്ങളുടെ ചാനലിൽ തന്നെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ തോന്നില്ലേ? നിങ്ങൾക്ക് നല്ല വ്യൂസ് ആദ്യം ഉണ്ടായിരുന്നു, പക്ഷെ ആ വ്യൂസ് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്നുണ്ടോ? ലോങ് വീഡിയോക്കായാലും ഷോർട്സിനായാലും നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ച വ്യൂസ് കിട്ടുന്നുണ്ടോ? നല്ല കണ്ടന്റിനാണെങ്കിൽ പോലും ഒട്ടും വ്യൂസ് ഇല്ലാത്ത സിറ്റുവേഷനിലേക്ക് പലരുടെയും ചാനൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരം സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നത്? നിങ്ങളുടെ ചാനലിന് ഈ ഇഷ്യൂ ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുക. യൂട്യൂബ് നിങ്ങളുടെ ചാനൽ ഫ്രീസ് ചെയ്തിട്ടുണ്ടോ എന്ന് കൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രീസായി നിൽക്കുന്ന ചാനലാണെങ്കിൽ അത് എങ്ങനെ ഫ്രീസ് ആകുന്നതെന്ന് നമുക്ക് നോക്കാം. അതല്ല വ്യൂസ് ആണ് പ്രശ്നമെങ്കിൽ അതുകൂടി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാലേ നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണ നിങ്ങളുടെ ചാനലിനെ പറ്റി കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് റിലേറ്റഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് പോയി കാണുകയും വേണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എന്റെ ചാനലിനെ നിങ്ങൾ എടുത്തു നോക്കാം. ഞാൻ 2 മാസം മുമ്പ് ഇട്ട വീഡിയോസിനൊക്കെ നല്ല വ്യൂസ് കുറവായിരുന്നു. അതിനുശേഷം ഞാൻ പ്രോപ്പറായിട്ട് വീഡിയോ കറക്റ്റ് ടൈമിൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയതിൽ പിന്നെ എനിക്ക് എൻ്റെ എല്ലാ വീഡിയോയ്ക്കും 1K എബോവ് വ്യൂസ് ഉണ്ട്. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഞാൻ പ്രോപ്പറായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചു. മുൻപൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ പ്രോപ്പർ അല്ലായിരുന്നു. ഞാൻ ഒരു ദിവസം വീഡിയോ ഇട്ട് കഴിഞ്ഞു, പിന്നെ 2ാമത്തെ ദിവസവും വീഡിയോ ഇടുന്നു. അതിനുശേഷം എനിക്ക് ഡൗൺ ആയി പോകുന്നെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീഡിയോ ഇടില്ല. ഞാൻ നേരെ ഷോർട്സിലേക്ക് പോകും. പിന്നെ ഞാൻ ഷോർട്സിൽ ഫോക്കസ് ചെയ്യും. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും വീഡിയോയിലേക്ക് വരും. അപ്പോൾ നമ്മളിങ്ങനെ ഇടവിട്ട് കാറ്റഗറി മാറി കളിക്കുമ്പോൾ ഒന്നുകിൽ നമ്മൾ ഷോർട്സ് കറക്റ്റായിട്ട് ഇടാൻ നോക്കുക, അല്ലെങ്കിൽ ലോങ് വീഡിയോ കറക്റ്റായിട്ട് ഇടാൻ നോക്കുക. ഇത് രണ്ടും പ്രോപ്പറായിട്ട് തന്നെ ചെയ്യണം കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ നമ്മളിങ്ങനെ കാറ്റഗറീസ് മാറി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലോങ് വീഡിയോയുടെ കാറ്റഗറിയിൽ വ്യൂസ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. വ്യൂസ് കുറഞ്ഞാൽ പിന്നെ ചോദിക്കണ്ടല്ലോ, നമ്മുടെ വാച്ച് അവറും തീരെ ഡൗൺ ആയിപ്പോകും. പിന്നെ ഷോർട്സിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലോ നമ്മുടെ വ്യൂസ് കൗണ്ട് തീരെ കുറയും. രണ്ടിടത്തും നമുക്ക് പ്രശ്നം നേരിടേണ്ടി വരും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വീഡിയോസിൽ വ്യൂസ് കുറവാണെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുക. ഡൗൺ ആയി പോകരുത്. നിങ്ങൾ പ്രോപ്പറായിട്ട് തന്നെ നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങളുടെ ചാനൽ ഫ്രീസ് ആയി പോയെന്ന് അറിയണ്ടേ? അതിന് നമുക്ക് നേരെ വൈറ്റി സ്റ്റുഡിയോയിലേക്ക് പോകാം. നമുക്ക് വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം. വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ ഓഡിയൻസ് എന്ന് പറയുന്ന സെക്ഷനിൽ റിട്ടേണിംഗ് വ്യൂവേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ വയലറ്റ് ഡോട്ട് റിട്ടേണിംഗ് വ്യൂവേഴ്സും ബ്ലൂ ഡോട്ട് ന്യൂ വ്യൂവേഴ്സുമാണ്. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഗ്രാഫ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. അതിൽ എൻ്റെ ഒരു ഗ്രാഫിൻ്റെ പോക്കെന്ന് പറയുന്നത് ന്യൂ വ്യൂവേഴ്സാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. പ്രീവിയസ് 3 ഡേയ്സിൽ എനിക്ക് 25,000 വ്യൂവേഴ്സാണ് ന്യൂ വ്യൂവേഴ്സായിട്ട് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ ചാനൽ ഫ്രീസ് അല്ല എങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ഗ്രാഫിൽ വേരിയേഷൻസ് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ചാനൽ നിങ്ങളോട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റിട്ടേൺ വ്യൂവേഴ്സിനെക്കാട്ടിലും ന്യൂ വ്യൂവേഴ്സാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ ചാനൽ ഫ്രീസ് അല്ല എന്നർത്ഥം. മാത്രമല്ല, നിങ്ങൾക്ക് ന്യൂ വ്യൂവേഴ്സ് കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് എത്രത്തോളം സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ടെന്നും ഇതിലൂടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നല്ല റെക്കമെൻഡേഷൻ പോയതുകൊണ്ടാണ് നമുക്ക് ഇത്രത്തോളം വേരിയേഷൻസ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യൂട്യൂബ് നമ്മൾ ഒരുപാട് ബൂസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അതിനർത്ഥം. പിന്നെ ഒരുപാട് പേർക്ക് ഡൗട്ടുള്ളൊരു കാര്യമാണ്, ചാനൽ അനലറ്റിക്സിൽ നമ്മുടെ ഫ്രണ്ട് പേജിൽ തന്നെ കാണുന്നത് വ്യൂസും വാച്ച് ടൈമും നിങ്ങളുടെ റിയൽ വാച്ച് ടൈമും വ്യൂസും ആണെന്നുള്ളൊരു ഡൗട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്ന വാച്ച് ടൈം എന്ന് പറയുന്നത് നിങ്ങളുടെ 28 ദിവസത്തെ റിസൾട്ടാണ്. നിങ്ങളുടെ 1 ഇയറിലെ റിസൾട്ട് കാണണമെങ്കിൽ താഴെ ഏൺ എന്ന് പറയുന്ന സെക്ഷനിൽ പോയി നോക്കിയാൽ കാണാൻ സാധിക്കും. അവിടെയാണ് നിങ്ങളുടെ 365 ദിവസത്തെ റിസൾട്ട് കാണാൻ സാധിക്കുന്നത്. ഫ്രണ്ട് പേജിൽ കാണുന്ന വാച്ച് ടൈം 28 ദിവസത്തിൽ മുന്നോട്ട് പോകുമ്പോൾ മേ ബി കൂടിയും വരാം കുറഞ്ഞും വരാം. അവിടെ വേരിയേഷൻസ് സംഭവിച്ചു എന്നും പറഞ്ഞ് നിങ്ങളുടെ ചാനലിന് യാതൊരുവിധ വാച്ച് ടൈമും കുറയുന്നില്ല. നിങ്ങളുടെ ശരിക്കുള്ള വാച്ച് ടൈം നോക്കണമെങ്കിൽ ഏണെന്ന് പറയുന്ന സെക്ഷനിൽ തന്നെ പോയി നോക്കണം. ഏണെന്ന് പറയുന്ന സെക്ഷനിലെ വാച്ച് ടൈം 365 ദിവസത്തിൽ താഴെയാണെങ്കിൽ ഒരിക്കലും കുറയില്ല. അഥവാ 365 ദിവസത്തിന് മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ ബാക്കിൽ നിന്ന് വരുന്ന ഡേയ്സ് മുൻപിലോട്ട് പോകുമ്പോൾ എന്തെങ്കിലും ചേഞ്ച് വന്നു എന്ന് വരും. അത് നിങ്ങൾ പ്രോപ്പറായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. പിന്നെ ഒരു
കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിപ്പോൾ IPL സീസൺ ആണല്ലോ, അപ്പോൾ കൂടുതൽ ആൾക്കാരും ക്രിക്കറ്റിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് വാച്ച് അവറും വ്യൂസും ഒക്കെ കുറയാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരം സിറ്റുവേഷനിൽ ആ ടൈപ്പ് വീഡിയോസ് ഇടുന്നവർക്ക് നല്ല പ്രയോജനകരമായിരിക്കും. വീഡിയോസ് ഒക്കെ ആയാലും ഷോർട്സ് ഒക്കെ ആയാലും IPL റിലേറ്റഡ് അല്ലെങ്കിൽ ഏത് കണ്ടന്റ് ആണ് ഇപ്പോൾ വൈറലായിട്ട് നിൽക്കുന്നത് അതൊക്കെ ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് വ്യൂസ് കിട്ടും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഇടുന്ന വീഡിയോസ് ഒക്കെ എന്ന് പറയുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ആൾക്കാർക്ക് കാണാം. ഇതിന് പ്രത്യേകിച്ച് ട്രെൻഡിങ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നില്ല. പക്ഷെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ ആൾക്കാർക്ക് കൂടുതൽ വ്യൂസ് കിട്ടുന്നത്. അപ്പോൾ ഫ്രീസ് ആയിട്ട് നിൽക്കുന്ന ചാനലുകാർ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഏറ്റവും വൈറലായിട്ട് നിൽക്കുന്ന കണ്ടന്റ് ഏതാണ്, അതായത് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച നല്ല കത്തി കയറി നിൽക്കുന്ന ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സബ്ജക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ആ സമയത്ത് നിങ്ങൾക്ക് നല്ല വ്യൂസ് ഉണ്ടാവും. അതല്ല എങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന ആളാണെങ്കിൽ, കുറച്ച് ക്ഷമയൊക്കെ ഉള്ള ആളാണെങ്കിൽ, എന്നെ പോലത്തെ ആളാണെങ്കിൽ നിങ്ങൾ കുറച്ച് ഹാർഡ് വർക്ക് ഒക്കെ ചെയ്ത് പതുക്കെ പോകുള്ളൂ. അതെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് വൈറലാകണമെങ്കിൽ ഈ ഫ്രീസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരോടാണ് കേട്ടോ ഈ പറയുന്നത്. നിങ്ങൾ ട്രെൻഡിങ്ങിന്റെ പുറകെ പോവുക. കണ്ടുപോയതാ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ചാനലിൽ എങ്ങനെയൊക്കെയാണ്, നിങ്ങളുടെ ചാനൽ ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണോ, അതല്ല നിങ്ങൾക്ക് വ്യൂസ് ഒക്കെ കൂടുന്നുണ്ടോ, നിങ്ങളുടെ ഇംപ്രഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ടാണോ നീങ്ങുന്നത് എന്നൊക്കെയൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ വ്യൂസ് കുറവായവർ ഞാൻ ഒന്നുകൂടി പറയുവാണ്, നിങ്ങൾ ട്രെൻഡിങ്ങിന് പുറകെ പൊക്കോൾക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ മസ്റ്റ് ആയിട്ട് ലൈക്ക് ചെയ്യാനും കമന്റ് ഇടാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.